വടക്കൻ കേരളത്തിലെ ആരോഗ്യരംഗത്ത് പുതുചരിത്രം എഴുതി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുൾ ഫ്ലെഡ്ജ്ഡ് പൾമണോളജി യൂണിറ്റ് ലങ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത് ലങ് കെയർ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ അത്യാധുനിക പൾമണറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗവും ഉൾപ്പെടുന്ന ലങ് കെയർ സെന്റർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സ വടക്കൻ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് കിംസ് കണ്ണൂർ അത്യാധുനിക പൾമണോളജി യൂണിറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. സങ്കീർണമായ ശ്വാസകോശ രോഗങ്ങൾക്കും ഗുരുതരമായ അവസ്ഥകൾക്കും ഒരുപോലെ ചികിത്സ നൽകാൻ ശേഷിയുള്ള ഈ യൂണിറ്റ് രോഗികൾക്ക് വലിയ ആശ്വാസമാകും. കണ്ണൂരിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ആരോഗ്യരംഗത്ത് പുതിയ തലമുറ, ഇപ്പോഴത്തെ ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറയെ ലഹരിക്കെതിരെ അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. കാരണം കുട്ടികളെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നമ്മൾ എത്ര ഉപദേശം കൊടുത്താലും കുട്ടികൾ ഉപദേശം കേൾക്കില്ല. ഇന്ന് പല മാതാപിതാക്കളും സങ്കടത്തോടെ നമ്മളതൊക്കെ പറയുന്നത് കുട്ടികളെ പേടിയാണെന്നാണ്. ചെറിയ പിള്ളേരെ ഭയക്കുന്നു. എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുന്നേ സമീർ ഉൾപ്പള്ളിയൊക്കെ ഇതിനെ സ്റ്റെപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്, കായിക രംഗത്ത് കുട്ടികളെ കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അത്തരത്തിലൊരു കാര്യത്തിനായിട്ട് ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ വെക്കേഷൻ മുതൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, 8ാം ക്ലാസ്സിനപ്പുറം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ഡോക്ടർ എങ്ങനെ ഡോക്ടറായി, അല്ലെങ്കിൽ ആ ആരോഗ്യരംഗത്ത് അടുത്ത 10 വർഷത്തിലോ 15 വർഷത്തിലോ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് എന്തൊക്കെ രീതിയിലുള്ള പുതിയ കോഴ്സുകൾ വരുന്നു, അത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് നടത്തുന്ന രീതിയിൽ ഒരു വർക്ക്ഷോപ്പ് പോലെ കുട്ടികൾക്ക് നമ്മുടെ കൂടെ വന്ന് രോഗികളെ കാണുക, രോഗികളുടെ അവസ്ഥ എങ്ങനെ ഇവിടെ എത്തി എന്ന് മനസ്സിലാക്കുക. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള തിക്താനുഭവം അനുഭവിക്കുന്ന രോഗികൾ, മദ്യപാനം കൊണ്ടുള്ള അനുഭവിക്കുന്ന രോഗികൾ, ഈ പറയുന്ന ലങ്സ് ഇഷ്യൂസ് ബാധിക്കുന്ന ആൾക്കാർ, അതേപോലെ ലിവർ സിറോസ് വന്ന ആൾക്കാർ, അവരെത്തിപ്പെടുന്ന എങ്ങനെ ഇവിടം വരെ വന്നു, അവർ ചെറുപ്പകാലത്ത് എന്തൊക്കെയാണ് അവർ കൺസ്യൂം ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വന്നു പെട്ടതൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുക. അതിലൂടെ തന്നെ ലൈഫ് ഒരു റോൾ മോഡൽസ് ഡോക്ടേഴ്സും അതേപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സും അവരുടെ മുന്നിലാവുക. അതിലൂടെ ഒരു പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുക എന്നൊരു ശ്രമം. അത് നമ്മുടെ മേഖല, ആരോഗ്യ മേഖലയിൽ നമ്മൾ ചെയ്യുന്നു. നമ്മളത് തുടങ്ങി വെച്ചാൽ നാളെ മറ്റു മേഖലകൾക്കുള്ള ഇതേ പദ്ധതി കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസിൻ, കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ യൂണിറ്റ് മേധാവി ഡോക്ടർ ദിൽഷാദ് ടി പി, സ്പെഷ്യലിസ്റ്റ് ഇന്റർവെൻഷണൽ പൾമണോളജി ഡോക്ടർ ജുനൈദ് ഹുസൈൻ, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ആന്റണി, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ സാബിർ സി, അസോസിയേറ്റ് കൺസൾട്ടന്റ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ സനിൽ വി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.